യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകയെ അസഭ്യം പറഞ്ഞ പുരുഷ പോലീസിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ ഞങ്ങൾ അറസ്റ്റിനോട് സഹകരിക്കാൻ തയ്യാറാണ്. സമരം ചെയ്തു, സമരത്തിന്റെ പേരിൽ കേസുകൾ എടുക്കുന്നു, ഞങ്ങൾ അറസ്റ്റ് ചെയ്തോട്ടെ. വാഹനം വരാതെ ഒരു പെൺകുട്ടിയെ, ഒറ്റ പെൺകുട്ടിയെ ഒരു 7-8 വനിതാ പോലീസുകാർ ചേർന്ന് മാറ്റി നിർത്തി പുരുഷ പോലീസുകാർക്ക് അസഭ്യവർഷം നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ചെയ്തു കൊടുക്കുക. എന്താ പെൺകുട്ടി ചെയ്ത തെറ്റ്? ഇവിടെ 2.5 ലക്ഷം രൂപ ഒരു ബാറിന് ഒരു ദിവസം തുറക്കാൻ ബാർ ഒന്നിന് 2.5 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിയ ഒരുത്തന്റെ നടപടി തെറ്റാണ് എന്ന് പറയുന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്യുക. ആ 2.5 ലക്ഷം രൂപ വീതം ബാർ ഒന്നിന് കൈക്കൂലി വാങ്ങി 802 ബാറുകാരുടെ ഇന്ന് കൈക്കൂലി വാങ്ങി ആ മന്ത്രി സുഖവാസത്തിന് വിദേശത്ത് യാത്ര ചെയ്യുക. ആ മന്ത്രി കേരളത്തിൽ വരുമ്പോ എഴുന്നേറ്റ് നിന്ന് അറ്റൻഡൻസ് ആയി സല്യൂട്ട് ചെയ്യുന്ന പോലീസുകാരാണ് സമരം ചെയ്യുന്ന, നമ്മുടെ നാട്ടിലെ പൊതുമുതൽ കൊള്ളയടിക്കുന്ന സർക്കാരിനെതിരായി സമരം ചെയ്യുന്ന വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകളോട് അസഭ്യവർഷം ചെയ്യുന്നത്. ഇതെവിടുത്തെ ന്യായമാണ്? ഇത് ഏതുതരം നീതിയാണ്? വനിതാ പ്രവർത്തകരോട് ഈ രീതിയിൽ അസഭ്യവർഷം നടത്തുവാനായിട്ടുള്ള എന്ത് അധികാരമാണ്? ഏത് പോലീസ് മാനുവലിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? വനിതാ പ്രവർത്തകയെ മാറ്റി നിർത്തി അസഭ്യവർഷം നടത്തിയ ആ ഉദ്യോഗസ്ഥനെതിരായിട്ട് ഡിവൈഎസ്പിയോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യുന്നല്ലോ പറഞ്ഞു. ഞങ്ങൾ ഡിവൈഎസ്പിയോട് തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ ബാക്കി ഞങ്ങൾ നോക്കാം. പ്രകോപനമൊന്നുമില്ലാതിരുന്ന സമരത്തിൽ പ്രശ്നം സൃഷ്ടിച്ചത് പോലീസാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സമരവും അതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾക്കും യൂത്ത് കോൺഗ്രസ് എതിരല്ല. എന്നിട്ടും പോലീസ് മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിച്ചു. വനിതാ പോലീസ് നോക്കി നിൽക്കെയാണ് പുരുഷ പോലീസ് അസഭ്യം പറഞ്ഞത്. പോലീസിന്റെ പെരുമാറ്റദൂഷ്യത്തെക്കുറിച്ച് കോടതിയിൽ നിന്നും നിരന്തരം വിമർശനമുണ്ടാവുമ്പോഴാണ് പോലീസ് മാന്യതയില്ലാതെ പെരുമാറുന്നത്. ലാത്തിവീശൽ കൊണ്ടോ ജലപീരങ്കി കൊണ്ടോ തകരുന്നതല്ല യൂത്ത് കോൺഗ്രസിന്റെ സമരവീര്യം. സമരം ശക്തമായി തന്നെ തുടരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.